എടുക്കാൻ പോകുന്നത് മാത്സ് ക്ലാസ്സാണ്. ഈ മാത്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളതിൽ മാത്സ് ക്ലാസ്സുണ്ട്, ഇലക്ട്രിക്കൽ ക്ലാസ്സുകളുണ്ടാവും, അതേപോലെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെൻറ്ററായിട്ട്, അതായത് എന്തൊക്കെ കോഴ്സുകൾ നമ്മൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കോഴ്സ്, അത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കോഴ്സുകൾ, പിന്നെ ഏതൊക്കെ സെക്ഷനുകളാണുള്ളത്, പിന്നെ ഗവൺമെൻറ് ജോബുകൾ, പ്രൈവറ്റ് ജോബുകൾ, പിന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ജോബുകൾ. അപ്പം ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ടാണ്ട് ജോബ് റിലേറ്റഡ്, ട്രെയിനിങ് റിലേറ്റഡ്, അങ്ങനത്തെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തതാണ്. ഓക്കെ, മാത്സ് ക്ലാസ് ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഇലക്ട്രിക്കൽ സബ്ജക്റ്റിൽ. പിന്നെ എക്സ്പീരിയൻസിൻ്റെ ഷെയറിങ് അതും ചെയ്യാം. ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ എന്ന ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽസ്, ഇൻഡസ്ട്രിയൽ പാനൽ, ഇത് ബേസിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് വരുന്നത്, ഈ മേഖലകളിൽ എന്തൊക്കെ ട്രെയിനിങ് നമ്മൾ എടുക്കണം, കോഴ്സുകളൊക്കെ എവിടെ നിന്നാണ് ബെസ്റ്റായിട്ട് എടുക്കുക, ഏതൊക്കെ കോഴ്സ് എടുത്താലാണ് പറയുന്നത്, പിന്നെ അതേപോലെ ബേസിക്കായിട്ട് +2 കഴിഞ്ഞ ആളുകൾക്ക് ഈ ഇലക്ട്രിക്കൽ ബിടെക് സബ്ജക്റ്റ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പിന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താം. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു മൊത്തത്തിലൊരു എനിക്കെന്തൊക്കെ സ്കില്ലുകളുണ്ടോ, എനിക്കെന്തൊക്കെ നോളജുകളുണ്ടോ, അതെല്ലാം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ ചോദിക്കാം. ലാംഗ്വേജ് നമ്മൾ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ അറബി, മലയാളം, തമിഴ്. അപ്പോൾ ഇതിൽ ഏത് ഭാഷയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ മലയാളം അറിയാത്തവരറിയുന്നുണ്ടെങ്കിൽ ഹിന്ദി വേണേൽ സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ്, ഏത് ഭാഷയിലും സംസാരിക്കാം. അപ്പോൾ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാരിറ്റിയാണ്, സബ്ജക്റ്റിലുള്ള ക്ലാരിറ്റി, ഇലക്ട്രിക്കൽ എന്തൊക്കെയാണ് സബ്ജക്റ്റ്. മാക്സിമം പാർട്ടായിട്ട് നമ്മളിങ്ങനെ ഓരോ പിന്നെ ടോപ്പിക്സ് എടുക്കാൻ പറ്റും, ഇൻ്റഗ്രേഷൻ, പിന്നെ കാൽക്കുലസ്, അങ്ങനെ ഒരു കഴിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. അപ്കമിങ് സ്റ്റുഡൻസിന് സപ്പോർട്ട്, അത് എഡ്യൂക്കേഷൻ ലെവലിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, ഈസി ലെവലിൽ നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിനുള്ള ഫ്രീ ആയിട്ട് എങ്ങനെ അത് പിന്നെ, കാരണം സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സ്കിൽ ചെയ്യുമ്പം അത് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചാണുള്ള മെൻറ്റർഷിപ്പ്, പിന്നെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആർക്ക് എങ്ങനെയാണ് ഡൗട്ട് വരികയെന്നറിയില്ല, പല ആളുകൾക്കും പല ഡൗട്ടുകളുണ്ടാവും. അറിയാവുന്നതാണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞു, പേഴ്സണലായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്, അതായത് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ജിമെയിലിൽ പിന്നെ ബന്ധപ്പെടാം. അത് അക്കോർഡിംഗ് കമൻ്റ് അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ